ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലോങ്ങാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയിലേക്ക് കടന്നത്. അപ്പോൾ ഒന്ന് തട്ടും കിച്ചൻ്റെ ആ ഭാഗമെല്ലാം അടുപ്പെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ലൈസോളിനെ കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. നല്ല ലെമണിൻ്റെ മണമാണ് കേട്ടോ, നല്ല മണം, എനിക്കിഷ്ടപ്പെട്ടിന് മണം. എന്നിട്ട് അതാണ് നല്ലോണം തുടച്ചൊന്ന് വൃത്തിയാക്കുന്നത്. പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടായത്. ഗോതമ്പിൻ്റെ പുട്ടില്ലേ, അതാണ് ഉണ്ടാക്കിയത്. പിന്നെ കറി എന്തോ ഉണ്ടായിരുന്നു, അതും കൂടിയിട്ടാണ് തിന്നത്. പിന്നെ ഉള്ളത് അച്ചമ്മക്ക് ഞാൻ ചായ ചൂടാക്കി കൊടുക്കുമെന്ന് കേട്ടോ. ഓറിപ്പോൾ എണീച്ച് വന്നതാണ്. അപ്പോൾ പല്ലെല്ലാം തേച്ച് വന്നിട്ട് ചായ വെച്ച് കൊടുക്കുമെന്ന്. ചായ വെച്ചതാണ്, അതൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഉച്ചക്കേക്ക് വേറെ മീനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പരിപ്പാണ് വെക്കുന്നത്. പരിപ്പും പിന്നെ കോവക്ക അങ്ങനത്തെ അതെല്ലാം ഇട്ടിട്ട് ഒരു പൊടി സാമ്പാർ പോലെ പച്ചത്തേങ്ങ അരച്ചിട്ട് സാമ്പാർ പൊടി മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് നോക്കണം എന്തെല്ലാം പച്ചക്കറി ഉള്ളതെന്ന് നോക്കിയിട്ട് വേണം ഓരോന്നേരം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വേഗം ഫസ്റ്റ് തന്നെ തേങ്ങ ചിരണ്ടി അവിടെ വെക്കാം. തേങ്ങ ചിരണ്ടി അരച്ച് വെച്ചാൽ പിന്നെ സമാധാനമായല്ലോ, കറണ്ട് അഥവാ പോയില്ലെങ്കിലോ. അപ്പം തേങ്ങയെല്ലാം ചിരണ്ടി വെക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ചോറിൻ്റെ വെള്ളം തിളച്ചത്. അപ്പോൾ വേഗം പോയിട്ട് അരിയെടുത്ത് കഴുകിയിട്ട് അടുപ്പത്തിട്ട്, എന്നിട്ട് അതിന് ശേഷം പച്ചക്കറി എന്തെല്ലാം ഉള്ളത് നോക്കി കോവക്കയും തക്കാളി ഉള്ളി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി, വെണ്ടയ്ക്കയുണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് കഴുകി വൃത്തിയായി കഴുകി, പരിപ്പ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നേരെ കുക്കറിൽ വെച്ച്, നമ്മൾ കുക്കർ വിസിൽ കൂല, എന്നാലും ഒരു സമാധാനത്തിന് അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും തേങ്ങയിലൊന്ന് അരച്ചട വെച്ച് പിന്നെ അരക്കാൻ, അപ്പോൾ അത് വേകുമ്പോഴേക്കും നമുക്ക് അടുത്ത പണിയെടുക്കാമല്ലോ. അപ്പം അകയെല്ലാം ഒന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നേ. അപ്പോൾ അകയെല്ലാം ഒന്ന് നല്ലോണം അടിച്ചു വാരി. അപ്പോൾ നമ്മൾ വീട്ടിൽ 2-3 ദിവസം വീട്ടിലുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നല്ല റൂമിൽ നല്ല പൊടിയുണ്ട്, വെണ്ണാമ്പലെല്ലാം കെട്ടിച്ചിട്ടുണ്ട്, കട്ടിനുള്ള നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച്, അപ്പോഴേക്കും അതുകൂട്ടൻ ഇങ്ങനത്തെ കളിയാണ് കളിക്കുന്നത്. ഒരടങ്ങിയിരിക്കൂല, ഒരു മിനിറ്റ് തുടക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം കാണുമ്പോൾ പിന്നെ പറയണ്ട, ആ വെള്ളത്തിലുള്ള കളിയായിരിക്കും. ഇപ്പം പനി പിടിച്ച് കിടന്നിട്ടേ ഉള്ളൂ. ഞാൻ 2 കലമ്പ് കൊടുത്തപ്പോൾ ഞങ്ങളവിടെ പോയി ഇരുന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഈ തുടക്കലും അടിക്കലെല്ലാം കഴിയുമ്പോഴേക്കും നമ്മളെ അടുപ്പത്തുള്ള സാധനം വന്നിട്ടുണ്ടാവും. പിന്നെ ആ അരവൊന്ന് അരച്ചതൊന്ന് കൂട്ടിയേ വേണ്ടു. അപ്പോഴേക്കും നമുക്കിതെല്ലാം ഒന്ന് തുടച്ച് എടുക്കാം കേട്ടോ. പിന്നെ ചേരി ഒന്ന് തുടക്കണം. പക്ഷേ അത് തുടക്കണമെങ്കിൽ ആ വാതിൽ തുറന്ന പാടെ അതോട്ട് മുറ്റത്തേക്ക് ആ വെയിലത്ത് പോയി കളിക്കും. അതാണ് എനിക്ക് ചേരി തുടക്കാനുള്ളൊരു മടി. ആ തുറന്ന പാടെ അവൻ പോവും, പുറത്തേക്ക് ഓടും. നല്ല വെയിലാണ് മുറ്റത്ത്. അപ്പോൾ ആ വെയിലത്ത് കളിച്ചാൽ പിന്നെ ക്ഷീണം അധികമാവുകയും ചെയ്യും. അതുകൊണ്ട് വാതിലിപ്പോൾ കുറച്ച് കഴിഞ്ഞ് തുടക്കാൻ വിചാരിച്ച് ചെയ്തിയെല്ലാം. പിന്നെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്ന അത്രയേ ഉള്ളൂ, ഫുഡെല്ലാം കഴിക്കുന്ന അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം നമ്മൾ പീടികയിലേക്ക് പോകുന്നത്. അപ്പോൾ കുന്നിൻ്റെ മണ്ടക്കാണ് ഈ പീടിക വരുന്നത്. അപ്പോൾ ഏറ്റവും മേലെ കയറി താളന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ മേലെ നിന്ന് കാണുന്ന വ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.